ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد കർമ്മങ്ങൾ ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവസാനം നമ്മൾ പറഞ്ഞത് റബ്ബിൻ്റെ കാര്യത്തിൽ നാം സ്വയം പ്രഖ്യാപനം നടത്തുക അല്ലേ, പിന്നെ മതത്തിൽ നിന്ന് പിന്മാറുക, സത്യനിഷേധിയായി മരണപ്പെടുക അല്ലേ, ഇത്രയല്ലേ പറഞ്ഞത്? മതത്തിൽ നിന്ന് പിന്മാറലും സത്യനിഷേധിയായി മരണപ്പെടലും നമ്മൾ രണ്ട് രൂപത്തിലത് പറഞ്ഞു. ഒന്ന്, ഒരാൾ കുറേ കാലം ഒരാൾ മുസ്ലിമായി ജീവിച്ച് അവസാനം അയാൾ മുർത്തദ്ദായി, അവസാനം അയാൾ മതമില്ല ദീനില്ല എന്നൊക്കെ പറഞ്ഞാൽ പോയാൽ അയാൾ അത്രയും കാലം ചെയ്തതൊക്കെ ബാത്തിലാവും. ഇനി 12ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുക. അത് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന അടുത്തത് അതാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എഴുതിക്കൊള്ളൂ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുക, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് തള്ളുക. എന്താണെന്ന് മനസ്സിലായോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയാത്തുകൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്, നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ. കഴിഞ്ഞ ഹുതുബാലയും കിട്ടിയിരുന്ന നമ്മൾ ഒരാൾ ഒരു ഗുരുതരമായ രോഗം, മാരകമായൊരു രോഗം, ആ മാരകമായ രോഗത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അയാൾ വർഷങ്ങളോളം അനുഭവിച്ചു. മാരകമായ രോഗം, വേദനയേറിയ രോഗം, അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അയാൾ വർഷങ്ങളോളം അനുഭവിച്ചിട്ട് അവസാനം അയാൾ മരിച്ചു പോകുന്നു. ഈ അയാൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളും വേദനയും ഒക്കെയുള്ള ഈ രോഗത്തിൻ്റെ മരുന്ന്, ആ രോഗം സുഖപ്പെടാൻ സാധിക്കുന്ന ഔഷധം അയാളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. ലിക്കുല്ലി ദാഇൻ ദവാ എന്നുള്ള എല്ലാ രോഗത്തിനും എന്തുണ്ട്? മരുന്ന് പടച്ചോൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഇയാൾ കുറേ കാലം രോഗിയായി അതിൻ്റെ വേദനയും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവസാനം അയാൾ ആ വേദനയോട് കൂടി തന്നെ മരണപ്പെട്ടു. ഇയാളുടെ ഈ രോഗത്തിനുള്ള ശമനമായിട്ട് അള്ളാഹു ഇറക്കിയൊരു മരുന്ന് അയാളെ വീട്ടിൻ്റെ മുറ്റത്ത് അയാൾ ഇമ്മരത്തിരിക്കുമ്പോഴൊക്കെ അത് കണ്ട് നമുക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യനെ പറ്റുന്ന ആലോചിച്ച് നോക്കി, എത്രമാത്രം ദൗർഭാഗ്യവാനായിരിക്കും ആ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്? അയാൾക്ക് ഇതാണ് ഔഷധം, ഇതിനുള്ള ഔഷധമാണ് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. നമ്മളെ വീട്ടിലേക്ക് പടി കയറി വരുന്ന കുറേ നിയമത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ, നമ്മളെ പച്ചയായ ജീവിതം ഞാൻ പറയണത്. നമ്മളെ വീട്ടിലേക്ക് പടി കയറി വരുന്ന ഒരുപാട് നിയമത്തുണ്ടായിട്ടാണ് അല്ലേ? നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ കയറി വന്ന എത്രയോ നിയമത്തില്ലേ? അള്ള തന്ന നിയമത്ത് അല്ലേ? ആ തന്ന നിയമത്തുകളേറെയും അല്ലെങ്കിൽ ആ നിയമത്തുകൾ മുഴുവനും നമ്മളവിടെ ബാക്കിയാക്കിയിട്ട് നമ്മളെ മയ്യത്ത് ആ പടി ഇറങ്ങിപ്പോകും അല്ലേ? നമുക്കല്ല തന്ന ഒരുപാട് നിയമത്തുകൾ നമ്മളെ വീട്ടിലേക്കല്ലേ വന്നത്, പടി കയറി വന്നത് അല്ലേ? ആ നിയമത്തൊക്കെ നമ്മളിവിടെ ഇട്ടേച്ചിട്ട് നമ്മളൊറ്റയ്ക്ക് പോവും. എന്നാൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകേണ്ട കുറച്ച് നിയമത്തുണ്ട്, അത് പടി കയറി വന്നതുമില്ല. ആ നിയമത്ത് പടി കയറി വന്നതുമില്ല. അതുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ പോരാണ്ടേയിരുന്നു അല്ലേ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അള്ളാഹ് പറയാണ്, ഒരായത്ത് ഞാനൊന്ന് പറയാം, നമ്മൾ കേട്ടാൽ മതി. ഒക്കെ അയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന ബിഹാ. ആകാശത്തിലും ഭൂമിയിലും എത്രയെത്ര ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്, അതിൻ്റെ മുന്നിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പോൾ നമ്മൾ അമലി വാത്തിലാക്കി കളയുന്ന 12ാമത്തെ കാര്യം എന്താ? ഇത് ആയാത്തുകളെ നിഷേധിക്കുക അല്ലേ? അതിലേക്ക് നമ്മൾ എത്തുക. അത് എവിടെ പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് വേറെ കാണിച്ചത് ആലു ഇമ്രാനിലാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ്, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ് പറഞ്ഞത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ഒക്കെ അയ്യിൻ ആയത്തിൽ. എന്നിട്ട് അതിൻ്റെ മുന്നിലൂടെയാണ് നിങ്ങൾ നടന്നു പോയത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല, നിങ്ങളതിനെ അവഗണിച്ചു, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. എത്ര ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. ഇമാം ഫഖ്റുദ്ദീൻ റാസി നിങ്ങൾ കേട്ടില്ലേ? ഇമാം ഫഖ്റുദ്ദീൻ റാസിനെ പറ്റി കേട്ടില്ലേ? റാസിൻ്റെ തഫ്സീർ കേട്ടില്ലേ? ഇമാം ഫഖ്റുദ്ദീൻ അർ റാസി മഹാനായ പണ്ഡിതനാണ്. റാസിൻ്റെ തഫ്സീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫഖ്റുദ്ദീൻ അർ റാസി വലിയ മുഫസ്സിറാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ നൈസാപൂരിലേക്കൊരു യാത്ര പോയി. അപ്പോൾ നൈസാപൂരിലേക്ക് അദ്ദേഹം ഒരു യാത്ര പോയപ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടി അവിടെ.
ആളുകളൊക്കെ തടിച്ചുകൂടി. എന്തിനാണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനും അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും അദ്ദേഹത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാനും. കാരണം മഹാനായ പണ്ഡിതനാണ്. ആൾക്കാരൊക്കെ ഇസ്ദഹ്മന്നാസു, ആൾക്കാരൊക്കെ തിക്കും തിരക്കും കൂട്ടി അദ്ദേഹത്തിന് ചുറ്റും. എല്ലാവരും പോയി, ഒരു പെണ്ണ് ഒഴികെ, ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഒരു വയസ്സായ ഒരു പെണ്ണൊഴികെ ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഈ പെണ്ണിനോട് ചോദിച്ചു, അതല്ല ഫഖ്റുദ്ദീൻ റാസി ആരാന്ന് എനിക്കറിയില്ലേ, ഇമാം ഫഖ്റുദ്ദീൻ റാസി ആരാന്നറിയില്ലേ, അദ്ദേഹം വന്നിട്ട് ഈ എന്തേ കാണാൻ പോകാതിരുന്നത്? അദ്ദേഹം ആരാണെന്ന് വിചാരിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മനുഷ്യൻ, ഖുർആൻ തഫ്സീർ പറഞ്ഞ മനുഷ്യൻ, അള്ളാഹു ഉണ്ട് എന്നതിന്, ശ്രദ്ധിക്കണേ, അള്ളാഹു ഉണ്ട് എന്നതിന് അൽഫ് ദലായിൽ 1000 ദലീലുകൾ കൊണ്ട് സ്ഥാപിച്ച മഹാനാണ്. അള്ളാഹു ഉണ്ട് എന്നതിന് 1000 ദലീലുകൾ കൊണ്ട് സ്ഥാപിച്ച പണ്ഡിതനാണ്. എന്നിട്ട് എന്ത് കാണാൻ പോകഞ്ഞെന്ന് വെച്ചു. ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് അള്ളാഹു ഉണ്ട് എന്നതിന് 1000 ദലീലൊന്നും ആവശ്യമില്ല. എന്തേ പോകാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് പറഞ്ഞ്, എനിക്ക് അള്ളാഹു ഉണ്ട് എന്നതിന് 1000 ദലീലൊന്നും ആവശ്യമില്ല, എനിക്ക് അള്ളാഹു ഉണ്ട് എന്നതിന് ഒറ്റ ദലീൽ മതി. ഖുർആനിലെ ഒരായത്ത് കണ്ടാൽ അള്ളാഹു ഈ ഭൂമിയിൽ വെച്ചൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹനെ മനസ്സിലാക്കാൻ, അത് കണ്ടാൽ അത് മതി, 1000 ദലീലൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആൾക്കാർ ഇമാം റാസിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു. എല്ലാവരും വന്നു, പക്ഷേ ഈ പെണ്ണ് മാത്രം വന്നില്ല. പക്ഷെ ആ പെണ്ണ് പറഞ്ഞ വാക്ക് ഇതാന്ന് പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞ വാക്കാണ്. ഈ സമയത്ത് ഇമാം റാസി പറഞ്ഞു, ഇമാം റാസിൻ്റെ ആ ചരിത്രത്തിൽ പറയണത് ബക്ക, ഇത് കേട്ടപ്പം ഇമാം റാസി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഈമാനൻ ക ഈമാനിൽ അജൂസ്, അല്ലാഹുമ്മ ഈമാനൻ ക ഈമാനിൽ അജൂസ്, അള്ളാഹു ഈ വൃദ്ധയായ സ്ത്രീയുടെ ഈമാൻ എനിക്ക് കൊണ്ടപടച്ചു, ആ വൃദ്ധയായ സ്ത്രീയുടെ ഈമാൻ എനിക്ക് നീ കൊണ്ടപടച്ചു. അള്ളാഹു ഉണ്ട് എന്നതിന്, പരലോകം ഉണ്ട് എന്നതിന് എത്ര ദൃഷ്ടാന്തങ്ങളാണ് നമ്മളെ കണ്ണിൻ്റെ മുന്നിലുള്ളത്. ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ മുറ്റത്തിങ്ങനെ ഇരുന്നിട്ട്, ഉമ്മരത്തിങ്ങനെ ഇരുന്നിട്ട് കാണുന്ന ആ ഉമ്മരപ്പടി കടന്ന നമ്മളെ മയ്യത്ത് പോവുക. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, നമുക്ക് കുറച്ച് ഒഴിവ് കിട്ടിയാൽ, ലീവ് കിട്ടിയാൽ നമ്മൾ ചെല്ലുന്നത്, പോകുന്നത് നമ്മളെ വീടിൻ്റെ ഉമ്മറപ്പടി കടന്ന് അകത്തേക്കാണ് പോണത്, അല്ലേ? ആ ഉമ്മറപ്പടി കടന്ന് അത് പോകാനാണ് പോണത്. നമ്മൾ ചിന്തിക്കുക, ആലോചിക്കണം. നമ്മൾ അവിടെ ഇരുന്നിട്ട് കാണുന്ന മഴത്തുള്ളികൾ കണ്ടില്ലേ നിങ്ങൾ? മഴ വർഷിക്കുമ്പോഴുള്ള മഴത്തുള്ളികൾ ആയത്താണ്. എത്ര സ്ഥലത്താണ് ഖുർആനിൽ പറഞ്ഞത്? ആ ആയത്തിനെ നിഷേധിച്ച് തള്ളാൻ പറ്റില്ല. ആ ആയാത്തുകളാണ് നമ്മളെ അമലിൻ്റെ ശക്തി. ആ ആയത്ത് ഉൾക്കൊണ്ടിട്ട് എന്താണ് ആ മഴത്തുള്ളി? അള്ളാഹ് പറയാ, ആയാത്ത ദൃഷ്ടാന്ത വസ്സമാഇ ദാത്തി റജഇ വൽ അർളി ദാത്തി സദഇ. മഴ പെയ്യുന്ന ആകാശം തന്നെയാണ് സത്യം, വിത്തുകളെ മുളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം. ഉണങ്ങിപ്പോയി, മഴ പെയ്തപ്പം അവിടെ ഇങ്ങനെ മുളച്ചത് നമ്മൾ എത്ര ആൾക്കാർ കണ്ടിന്? നമ്മളെ കണ്ണുകൊണ്ട് എത്ര കാഴ്ച, എത്ര വട്ടം നമ്മൾ കണ്ടിന്? നമ്മളെ പറമ്പിലെ ചെടികൾ ഉണങ്ങിപ്പോയിട്ട് മഴ പെയ്തപ്പോൾ അത് മുളച്ച് വന്നത് നമ്മളൊക്കെ കണ്ടില്ലേ? കണ്ടിട്ടില്ലേ? വക്കമ്മിനായ. നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞോ അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ സംഗതിയാണ് അത് എന്നുള്ളത്? അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്നതിനുള്ള ദൃഷ്ടാന്തമായിട്ട് അള്ളാഹ് എടുത്തു പറഞ്ഞതാണ്. അതെന്താ ദൃഷ്ടാന്തം? ആ ചെടിയുടെ വിത്ത് അല്ലേ അവിടെ വീണ് പോയി, മഴ പെയ്തപ്പോൾ വീണ്ടും മുളച്ചു. നമ്മളെ വിത്തേതാ? മണ്ണാണ്. നമ്മളെ വിത്തേതാ? മണ്ണാണ്. നമ്മൾ വിത്താകും, വിത്തിലേക്ക് മടങ്ങും. വീണ്ടും അള്ളാഹു ആ വിത്തിൽ നിന്ന് നമ്മൾ രണ്ടാമതും എഴുന്നേൽപ്പിക്കും. അതിൻ്റെ ദൃഷ്ടാന്തമാണ് മഴ പെയ്ത ആകാശം, വിത്ത് മുളച്ച ഭൂമി. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഹജ്ജ് മറച്ചു നോക്കി. എന്തിനാ ഹജ്ജ് ചെയ്യാൻ പോലെ? ആരാ ഹജ്ജ് ചെയ്യാൻ പോലെ? എപ്പോഴാണ് ഹജ്ജ് ചെയ്യാൻ പോലെ? ഹജ്ജ് ചെയ്യണമെന്നൊരു ചിന്ത നമുക്ക് സ്വത്തുണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, മുതലുണ്ടായിട്ട് കാര്യമില്ല. ഒരു 10 ഹജ്ജ് ഒരുമിച്ച് ചെയ്താലും നമ്മളെ സമ്പത്തിന് കോട്ടം സംഭവിക്കില്ല. എന്നാലും ഹജ്ജ് ചെയ്യണമെന്നൊരു ചിന്ത എപ്പോഴാണ് വരിക? ഹജ്ജ് ചെയ്യണമെന്നൊരു തോന്നൽ എപ്പോഴാണ് വരിക? നമുക്ക് മരിക്കണം, നമ്മൾ ഇതുവരെ ജീവിച്ചു, ഇതുവരെ വന്ന തെറ്റൊക്കെ നമുക്ക് പൊറുക്കപ്പെട്ട് കിട്ടണം. ആ മരണചിന്തയും പരലോക ചിന്തയും വരുമ്പോഴല്ലേ ഒരാൾ ഹജ്ജിന് പുറപ്പെടുക.
ആണോ? അല്ലേ? എങ്കിൽ ആ സൂറത്ത് ഹജ്ജിന്റെ തുടക്കത്തിൽ കാണാം, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി. ആദ്യ ഭാഗത്ത് കാണാം, 5-ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് രണ്ടാമതും മരിച്ച് മണ്ണായിട്ട് എഴുന്നേൽപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഫതറൽ അർള ഹാമിദത്തൻ, ഭൂമി വരണ്ടതായി കാണാം. ഫൈദ അൻസൽനൽ മാ, അതിനെ മേലെ മഴ പെയ്തപ്പോ ഇഹ്തസത് വറബത് അല്ല പറയാ. എന്നിട്ട് ഇതിന്റെ ബാക്കി എന്താ പറയുക? അലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ കണ്ട കാഴ്ച എന്തിൽ ദൃഷ്ടാന്ത? ഉണങ്ങിയ സ്ഥലത്ത് പുതുമഴ പെയ്തപ്പോ ചെടി പുല്ലുകൾ മുളച്ചത് ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ്, അല്ലാഹു സത്യമാണ് എന്നതിലുള്ള തെളിവാണ്. വഅന്നഹു യുഹ്യിൽ മൗത, അവനാണ് മരിച്ചവരെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. ദൃഷ്ടാന്തല്ലേ, തെളിവല്ലേ? ആണോ അല്ലേ? ഇത് നമുക്ക് മനസ്സിലാവണ്ടേ? ഇത് മനസ്സിലായിട്ടൊക്കെ നമ്മൾ ആരെമാതിരിയാവും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ അല്ല, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു രോഗിന്റെ കഥ പറഞ്ഞില്ലേ? മാറാ രോഗം ബാധിച്ച് വേദനകളൊക്കെ വർഷങ്ങളോളം സഹിച്ചിട്ട് മരിച്ചുപോയ ആ മനുഷ്യന്റെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു ഔഷധം, അത് തിരിച്ചറിയാതെ പോയി. റാസൽ ഹൈമയിൽ 2 ദിവസം മുമ്പ് റാസൽ ഹൈമയിൽ ശക്തമായ മഴ പെയ്തു. മഴ പെയ്തിട്ട് ശക്തമായ മഴ, കൊടുങ്കാറ്റടിച്ച അവിടെ റാസൽ ഹൈമയിൽ 2 ദിവസം മുമ്പ്. കുടുങ്ങി എന്ന് പറഞ്ഞത് ഇതിൻ്റെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. കുടുങ്ങി റഹീം സാഹിബിൻ്റെ ഒക്കെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കുടുങ്ങി. ചെറുമുക്ക് കുടുങ്ങി എന്ന് പറയും. അവിടെയുള്ള 27 വയസ്സുള്ള ചെറുപ്പക്കാരനെ റാസൽ ഹൈമയിൽ അവിടെ ഷവർമ്മൻ്റെ ഇത് നടത്തുന്നു. അതിന് ജോലി കഴിഞ്ഞ് വരുമ്പം മഴ പെയ്തപ്പം, ഭയങ്കര മഴ പെയ്തപ്പം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി നിന്നു. ഒരു നിർമ്മാണം പ്രവൃത്തി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിൽ ഇവൻ കയറി നിന്നു. 2 ദിവസം മുമ്പ് നടന്ന സംഭവം പറഞ്ഞത്. എന്തിനാ കയറി നിന്നത്? മഴ ഉണ്ടെന്താ പ്രശ്നം? മൂക്കുന്നൊലിക്കും, ജലദോഷം വരും. മൂക്കുന്നൊലിക്കും ജലദോഷം വരും. ഇത് ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് കയറി നിന്നതാണ്. പക്ഷെ മുകളിൽ നിന്ന് വലിയ ഒരു കല്ല് വന്നിട്ട് തലേക്കാ വീണത്. തല പൊളിഞ്ഞു പോയി. മഴ പെയ്താൽ മൂക്കുന്ന് ഒലിക്കും, മൂക്കൊലിപ്പുണ്ടാകും, ജലദോഷം ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് കയറി നിന്നതാണ്. പക്ഷെ വീണത് മുകളിൽ നിന്ന് വലിയൊരു കല്ലാണ്. തൽക്കഷ്ണം മരിച്ചു. എൻ്റെ ഒരു സുഹൃത്തിന് കൊടുങ്ങില്ല. ഞാൻ അവനെ വീരം കട്ടപ്പോൾ ഞാൻ അവനെ വിളിച്ച് ആരാണെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവിടെ ലക്ഷം വീട് കോളനിയിലാണ് താമസിക്കുന്നത്. 2 പെങ്ങന്മാരാണ്. സുഖമില്ലാത്തൊരു വാപ്പേ. ഏക പ്രതീക്ഷ, കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ. 2 പെങ്ങന്മാരിൽ ഒരു പെങ്ങളെ നിക്കാഹ് കഴിഞ്ഞു, ഇനി കല്യാണം നടത്തണം. ഇവൻ്റെ നിക്കാഹും കഴിഞ്ഞിട്ട് നടത്തിയിട്ട് തിരിച്ചു പോയതാണ്. വന്നിട്ടാ കല്യാണം. ആലോചിച്ച് നോക്കി, ഇവനെ കാത്തിരിക്കുന്നൊരു പെണ്ണില്ല പെരിയിൽ. നിക്കാഹ് നടത്തിയൊരു പെണ്ണ്. വാപ്പയില്ല, മക്കളില്ല, കുടുംബമില്ല. തീർന്നു. വഴിയിൽ വെച്ച് അവസാനിച്ചു. 2 ഇന്നലെയും മിനിയാന്നൊക്കെ അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ, മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ, മയ്യത്ത് അവിടെ തന്നെ സ്കരിക്കുക, അവിടെ തന്നെ മറമാടണോ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ, ഇതൊക്കെ ചർച്ച അവിടെ. എപ്പോഴാണ് കൊണ്ടുവരിക, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എന്താണ്. ഞാൻ പഠിച്ച കോളേജാണ് പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ്. പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ്. അതിൻ്റെ വിശാലമായ ക്യാമ്പസിൽ 4 ദിവസം മുമ്പ് ഒരു വലിയ മയ്യത്തുസ്കാരം നടന്നു. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത മയ്യത്തുസ്കാരം. ഏതാ മയ്യത്തുസ്കാരം എന്നറിയോ? ഇലക്ഷൻ വന്നിട്ട് വിജയികളെ പ്രഖ്യാപിച്ച ദിവസം പുളിക്കൽ അങ്ങാടിയിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടറിൽ ഓലപ്പടക്കങ്ങളുമായിട്ട് പോയതാണ്. ആ സ്കൂട്ടർ പടക്കം പൊട്ടി കത്തിക്കരിഞ്ഞു പോയി. ആ മയ്യത്ത് നിസ്കാരം നടന്നത് സ്കൂൾ മൈതാനത്താണ്. ഒരു മനുഷ്യൻ ആ മയ്യത്ത് കാണിച്ചു കൊടുത്തിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. അമ്മമാർക്കും പെങ്ങന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വരെ പറ്റാത്ത രൂപത്തിലായിരുന്നു ആ മയ്യത്ത്. ആഹ്ലാദം, സന്തോഷം. ആഹ്ലാദത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും ഇടയ്ക്ക് നെടുവീർപ്പും കണ്ണുനീരും വരികയാണ്. ഞാനിത് എന്തിനാ പറഞ്ഞറിയോ? നമ്മളെപ്പോഴാണ് നമ്മളെ വീടിൻ്റെ പടി ഇറങ്ങി പോവാന്നറിയില്ല. അള്ളാഹു എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഇത് കാണാൻ അതാണ് അള്ളാഹ് പറഞ്ഞത്, വക്ക അയ്യിൻ മിൻ ആയ തമുറൂന ബി. എത്ര ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ട് കണ്ടിട്ട്
നിങ്ങൾക്ക് അതിന് പാഠം പടച്ചോൻ വെച്ചതാണ്. സൂറത്ത് യാസീൻ ഇടക്കിടക്ക് ഓതി നോക്കണം. എന്തിനാ അറിയോ? സൂറത്ത് യാസീൻ ഓതണം. സൂറത്ത് യാസീനിൽ വആയത്തുല്ലഹും 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 എന്ന് പറഞ്ഞ ആയത്ത് കാണാൻ ഒരുപാടുണ്ട്. വആയത്തുല്ലഹുമുല്ലൈലു നസ്ലഖു മിൻഹു നാർ, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളാണ്. ഇതാണ് യാസീൻ്റെ പ്രത്യേകത. പക്ഷെ മനുഷ്യന്മാർ ഈ ദൃഷ്ടാന്തമൊക്കെ എപ്പോഴാണ് ആവശ്യം? മരിച്ചിട്ടാ മരിക്കണം മുമ്പോ? മനുഷ്യന്മാർ യാസീൻ ഓതനും മരിച്ചതിൻ്റെ ശേഷം കയ്യും കാലും താടിയൊക്കെ കെട്ടിയതിന് ശേഷം മയ്യത്തിന് തലക്കപ്പുറത്തിരുന്ന് ഓതിക്കൊടുക്കും യാസീനിലാണ് ആയത്തുല്ലഹും. അവർക്ക് ദൃഷ്ടാന്തമാണ്. മരിക്കണത് വരെ പഠിക്കാനുള്ള ദൃഷ്ടാന്ത സൂറത്ത് യാസീൻ. നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ട എത്ര ഹൃദയസ്പർക്കായ രൂപത്തിലാണ് അള്ളാഹു തആല കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളെ വീട്ടിൻ്റെ അള്ളാഹ് പറയണം, അവലം യറൗ, കാണുന്നില്ലേ അവർ? വല്ലാത്തൊരു ചോദ്യ. അവലം യറൗ, കാണുന്നില്ലേ അവർ? ഖുർആൻ സൂറത്ത് യാസീൻ ചോദിക്കുക, നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള തൊഴുത്ത്, ഒരു പശുത്തൊഴുത്ത്, ഒരു കാലിത്തൊഴുത്ത്, അള്ളാഹ് പറയാണ്, ആ കാലിത്തൊഴുത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അള്ളാഹിൻ്റെ അസ്തിത്വം മനസ്സിലാവും. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിമ്മാ മലക്കത്ത് അയ്ദീന അൻആമൻ ഫഹും ലഹാ മാലികൂൻ. നാക്കാലികളെ പറ്റി അള്ളാഹ് ഉണ്ട് എന്ന് തെളിവാണ്. എത്ര ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമലുകൾ ബാത്തിലായി പോകുന്ന വിഭാഗമാണ് ആര്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുക എന്നത് അമലുകൾ ബാത്തിലായി പോകാനുള്ള കാരണമാണ്. അപ്പം അമലുകളുടെ സ്വീകാര്യതയുടെ കാരണം അതിന് നേരെ ഓപ്പോസിറ്റ്. അമലുകളുടെ സ്വീകാര്യതയുടെ മാനദണ്ഡം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. അതല്ലേ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ചോനെ, നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അപ്പോൾ ആലോചിച്ച് ആ ആയത്തിൻ്റെ ഒക്കെ ഭംഗി എന്താ? ആകാശവേദികളെ സൃഷ്ടിപ്പ്, രാപ്പകലുകളെ മാറി വരൽ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവർ പറയുന്നതാണ്, പടച്ചോനെ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. നീ എത്ര പരിശുദ്ധനാണ്, നരകശിക്ഷയിൽ നിന്ന് കാക്കു പടച്ചോനെ. ഇതാരാ പറയാ? ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോചിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യം. അപ്പം അമലുകളുടെ സ്വീകാര്യത അള്ളാഹു വെച്ച ദൃഷ്ടാന്തങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞോളി, അള്ളാഹ് കബൂലാക്കും. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞോളി, സുബ്ഹാനക ഫഖിന അദാബന്നാർ. പടച്ചോനെ കബൂൽ ചെയ്യും, സ്വീകരിക്കും. അപ്പം ആരുടെ അമലുകൾ ബാത്തിലാകും? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് തന്നുള്ളത്. സൂറത്ത് ആൽ ഇമ്രാൻ മറിക്കുക. സൂറത്ത് ആലി ഇമ്രാൻ അതിലെ 19 മുതൽ 22 വരെയുള്ള ആയത്ത്. 19 മുതൽ 22 വരെയുള്ള ആയത്ത് ഓതിക്കോളി.
ഇതിലെ ആദ്യത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? ഇസ്ലാം മാത്രമാണ്. പിന്നെ ആയത്ത് വായിക്കും. വമഖ്തലഫ അല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗയൻ ബൈനഹും. ഈ വേദഗ്രന്ഥക്കാർ ഭിന്നിക്കാനുണ്ടായ കാരണം അവർക്ക് സത്യം വരാഞ്ഞിട്ടല്ല, സത്യം വന്നതിന് ശേഷം ബഗി കൊണ്ടാണ്, വിരോധം കൊണ്ടാണ്. അങ്ങോട്ട് ഒരു കൂട്ടർക്ക് ഒരു കൂട്ടരെ കണ്ടുകൂടാ. അതാണ് ഈ ഗ്രൂപ്പും വിഭാഗങ്ങളൊക്കെ ആകാനുള്ള കാരണം, ബഗയാണ്. അമ്മ യക്ഫുർ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, മനസ്സിലാക്കിക്കൂടി, അള്ളാഹ് വേഗം വിചാരണ ചെയ്യുന്നവനാണ്. കുറേ കാലം ഉണ്ടെന്ന് വിചാരിക്കേണ്ട, താമസമൊന്നും ഉണ്ടാവില്ല. ഇൻ ഹാജൂക ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, നിന്നോട് അവർ തർക്കിക്കാൻ വന്നാൽ നീ പറയാ, എൻ്റെ മുഖത്തെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിച്ച് എൻ്റെ മുഖത്തെ ഞാൻ കീഴൊതുക്കിയിട്ടുണ്ട്. വമനിത്തബഅൻ, എന്നെ പിൻപറ്റിയവർ. വഖുൽ പറയൽ ഇല്ലദീന ഊത്തുൽ കിതാബ വൽ ഉമ്മീന, ഈ ഗ്രന്ഥക്കാരോടും നിരക്ഷരരായ ആൾക്കാരോടും നീ ചോദിക്കുക, അസ്ലംതും ഇൻ അസ്ലമു ഫഖദിഹ്തദൗ, മുസ്ലിം ആകണോ? അള്ളാഹ്ക്ക് കീഴൊതുങ്ങണോ? കീഴൊതുങ്ങിയാൽ ഫഖദിഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചു, ഹിദായത്ത് കിട്ടി. ഫഇൻ തവല്ലൗ, ഇനി തിരിഞ്ഞു കളയാണെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, എൻ്റെ മേൽ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ബാധ്യത. അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അടിമകളെ കണ്ടറിയുന്നവനാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിച്ചോളി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അതിന് ഒന്നാം ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാം പൂർത്തിയായി എന്നുള്ള ആയത്തിറങ്ങില്ലേ, അല്യം അക്മൽത്തിലേക്കും ദീനക്കും. അത് എന്ത് പൂർത്തിയാക്കിയിട്ട്? ഖുർആൻ പൂർത്തിയാക്കിയിട്ടല്ലേ? ഖുർആൻ പൂർത്തിയായി, ഇസ്ലാം പൂർത്തിയായി. അപ്പം നിങ്ങളുടെ ബാധ്യത എന്താണ്? നിങ്ങൾ വിളിച്ചോളി, നിങ്ങളെ ബാധ്യത വിളിക്കലാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ ഒരു തിരിഞ്ഞു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, വിഷമം വേണ്ട, തിരിഞ്ഞു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ. പക്ഷെ വിളിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. അത് വിളിച്ചിരിക്കണം, നിർബന്ധമായിട്ട് വിളിച്ചിരിക്കണം. ഇപ്പോൾ ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ വിളിച്ചു. ഇപ്പോൾ ഈ വന്നവർക്ക് ഈ വന്ന ആൾക്കാർ, ഈ ഖുർആൻ ക്ലാസ്സിൽ വന്ന ആൾക്കാർക്ക് ഈ ക്ലാസ്സിൽ തന്നെ പെട്ട ഒരാളാണ് വിളിച്ചതെന്ന് വിചാരിച്ചോളി. ഈ വന്ന മുഴുവൻ ആൾക്കാരെ കൂലി ആർക്ക് കിട്ടി? വന്നാലും ഇവർ വന്നാലും വന്നിട്ടില്ലെങ്കിലൊക്കെ കൂലി ആർക്ക് കിട്ടി? വിളിച്ചാക്കി കിട്ടി. വരുന്ന ആൾക്കാർക്ക് വന്നാലേ കൂലിയുള്ളൂ, ഇതിനോ കൂലി ഉണ്ടോ? ഇല്ല. ഇനി വിളിച്ചിട്ട് ആരും വന്നില്ല വിചാരിച്ചോളി, വേണ്ട. എന്ത് മാത്രം ബാധ്യത ഉള്ളൂ? ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക്കൽ ബലാഗ്. എന്നിട്ട് അള്ളാഹ് പറയാ, നിങ്ങളോട് ചിലപ്പോൾ ഒരു കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാ എനിക്ക് തിരക്കേനി, അവിടെ തിരക്കേനി, ഇവിടെ തിരക്കേനി, ഓർമ്മ ഉണ്ടായില്ല. പക്ഷെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആരറിയും? വല്ലാഹു ബസീർ. നമ്മൾ ബസീറല്ല, നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ? ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവനാണ്. അള്ളാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളുടെ മുഴുവൻ കാര്യം കണ്ടറിയണം. അള്ളാഹ്ക്കറിയാം വരാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ, വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെയുള്ള കാര്യം അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നല്ല ബോധം വേണം, നല്ല ഓർമ്മ വേണം ഈ കാര്യം. എന്നിട്ട് അള്ളാഹ് പറയാം, ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് തള്ളിയവർ. ഒന്നാമത്തെ കാര്യം അതാണ്. അവരാണ് യക്തുലൂന നബിയ്യന ബി, അത് അമ്പിയാക്കന്മാരെ വരെ അനർഹമായിട്ട് അവർ കൊല്ലും. യക്തുലൂനല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതി കൽപ്പിക്കുന്ന ആൾക്കാരെയും കൊല്ലും. മിനന്നാസ്, ജനങ്ങളെ വിഷു. വബശ്ശിർഹും ബി അദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്, സന്തോഷവാർത്ത അറിയിക്കേണ്ടത്. ഉലായിക, അക്കൂട്ടർ, അല്ലദീന ഹബിതത് അഅ്മാലുഹും, അവരെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി, അമലുകൾ ബാത്തിലായി. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും അമലുകൾ പോയി. അമാലുഹും മിൻ നാസിരീൻ, അവരൊക്കെ സഹായികളായി ഒരാളും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അമലുകൾ ബാത്തിലായി പോകുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുക എന്നത് അമലുകൾ ബാത്തിലായി പോകാൻ കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കപടവിശ്വാസികൾ.
കപടവിശ്വാസികൾ, മുനാഫിക്കുകളായ ആളുകൾ. ആയത്തിരിക്കുള്ളിൽ 5-ൽ 53, 4-ൽ 154. 5-ൽ 53, 4-ൽ 154. 5-ൽ 153, സോറി 5-ൽ 53, 4-ൽ 145, 145. അത് കേട്ടാൽ മതി. നമുക്ക് ഇന്നോടുകൂടി ക്ലാസ് തീർക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ആയത്ത് തുടങ്ങണം. നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ യഖൂലുല്ലദീന ആമനു ഹൗലാഇ ലഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം ഇന്നഹും ലമഅക്കും. അതായത് വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, നമ്മളൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ എന്ന് പറയുകയും ആ കൂട്ടത്തിൽ കൂടാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് മുനാഫിക്ക് എന്ന് പറയാം. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ശരിയാണ്, ഖുർആനൊക്കെ പഠിക്കണം, ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകണമൊക്കെ ആവശ്യം തന്നെയാണെന്ന് പറയും ചെയ്യും. നമ്മൾ നിങ്ങളൊക്കെ ഒപ്പം ഉണ്ട്, നിങ്ങളെ മനസ്സൊക്കെ ഒന്നാന്ന് പറയുകയും അങ്ങോട്ടൊക്കെ വരില്ല. അവൻ്റെ പേരാണെന്ത്? മുനാഫിഖ്. അവനെപ്പറ്റി അള്ളാഹ് പറയാണ് ഹബിതത്ത് അഅമാലുഹും, അവരുടെ അമലൊക്കെ പൊളിഞ്ഞു പോയി. വസ്ബു ഖാസിരീൻ, നഷ്ടകാരികളിൽ പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരെ കൂട്ടത്തിൽ. നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലിയ നഷ്ടകാര്യങ്ങൾ അമലുകൾ നഷ്ടപ്പെടലാണ്. ഞാൻ മുനാഫിക്ക് എവിടെയാണ്? അതാണ് 4-ൽ 140. ഇന്നൽ മുനാഫിക്കിനെ ഫിദ്ദർക്കിൽ അസ്ഫലി പിന്നെ നരകത്തിന് ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിക്ക് ഉണ്ടാകുക. ഇനി അടുത്തത് നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തുക. എഴുതിക്കൊള്ളൂ. നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തുക. അടുത്തത് 49-ൽ 2. 49-ൽ 2. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദിക്കും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുക്കും. അമലുകൾ ബാത്തിലായി പോകും. വ അൻതും ലാ തശൂറൂൻ, നിങ്ങൾ ചിന്തിക്കാത്ത വിധം. നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനത്ത് ഒരാളും ശബ്ദമുയർത്താറുണ്ടായിരുന്നില്ല. കാരണം ഉള്ള അമല് ബാത്തിലായി പോകും. ഇന്നും മദീനത്ത് പോയ ആൾക്കാർക്ക് അറിയാം. ഇന്നും മദീനത്ത് പോയാൽ മക്കയെ പോലെയല്ല, നിശബ്ദമാണ് മദീനത്ത് പോയിട്ട് ഒച്ചമുളി ഉണ്ടാക്കിയാൽ അമല് ബാത്തിലായി പോകും. ഒരാൾക്കാർ നബിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ട് ഒച്ചമുളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. വെറുതെയാണ്. അമല് ബാത്ത്. ഖുർആൻ ആയത്താണ്. 16. അടുത്തത് 15. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് തെറ്റുകളിൽ മുഴുകിയവർ. ഒരുപാട് നിയമത്തൊക്കെ ഉണ്ട്, പക്ഷെ തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ കുറേ നന്മ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒളിഞ്ഞു പോകും. 9-ൽ 69. 9-ൽ 69. അടുത്തത് അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യം ചെയ്യുക. അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രീതി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം. പറയാം, ഇതിൻ്റെ ബാക്കിയാണ്. അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം ചെയ്യുക, അള്ളാഹിൻ്റെ പ്രീതി ഇഷ്ടപ്പെടാതിരിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹിൻ്റെ റിള ഇഷ്ടപ്പെടാതിരിക്കുക. എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്.
അതായത് ഈ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതന്നെ ചെയ്യുക. അള്ളാഹിൻ്റെ റിള, അള്ളാഹിൻ്റെ തൃപ്തി അതൊന്നും ആവശ്യമില്ല എന്ന മട്ടത്തിൽ ജീവിക്കുക. ഇത് എവിടെ നിറ പറഞ്ഞത്? ഈ ആയത്ത് 47-ാമത്തെ സൂറത്തിൽ 27-28 ആയത്താണ്. ഇതിൻ്റെ ഗൗരവം എന്താ അറിയാം? അമല് ബാത്തിലായാൽ മാത്രമല്ല, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മലക്കുകൾ മുഖടക്കി അടിക്കും. മരണപ്പെടുമ്പോൾ മുഖത്തടിക്കും മലക്കുകൾ. ഇന്നിപ്പം മരിക്കുന്ന ശാസ്ത്രം ഒരു പുതിയ കണ്ടുപിടുത്തമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം മരിക്കുന്ന ഒരാളുടെ അവസാനത്തെ അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ അല്ലാഹു ആലം. പക്ഷെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യം തെറ്റൂല. ശാസ്ത്രം എപ്പോഴും തെറ്റാണ്, ഖുർആനിൽ പറഞ്ഞ കാര്യം തെറ്റൂല. എന്താ ആയത്തെ നിങ്ങൾ വക്കൈഫ തവഫത്തുഹുമുൽ മലായിക്കത്തു, മലക്കുകൾ ഒരാളെ മരിപ്പിക്കുന്ന സമയം എങ്ങനെ ഉണ്ടാകുമെന്നറിയോ? വക്കൈഫ എങ്ങനെ ഉണ്ടാകുമെന്നറിയോ? ഒരാളെ അള്ളാഹു മലക്കുകൾ മരിപ്പിക്കുന്ന സമയത്ത് യദ്രിബൂന വുജൂഹ എന്ന് പറയും, മുഖത്തും പുറത്തും അടിക്കും. എന്തുകൊണ്ട് അടി കിട്ടിയെന്നറിയോ? അടി കിട്ടാൻ കാരണം ഉണ്ടാവും. ആ കാരണം കേട്ടോളൂ. ദാലിക്ക കാരണം ബി അന്നഹും ഇത്തബഉ മാ അസ്ഖത അല്ലാഹ്, അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം മാത്രമേ ചെയ്തത്. വകരിഹു റിളവാനഹു, അള്ളാഹിൻ്റെ തൃപ്തി ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹിൻ്റെ തൃപ്തി ആവശ്യം ഉണ്ടായില്ല. നമ്മൾ എഴുതി അതേ പോയിന്റ്. അള്ളാഹിൻ്റെ തൃപ്തി അവന് വേണ്ട, വെറുപ്പുള്ള മാത്രം ചെയ്തു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഫഅഹ്ബത അഅമാലഹും, അമലൊക്കെ പൊളിഞ്ഞുപോയി, അമലുകൾ ബാത്തിലായി. അതുകൊണ്ടാണ് ഇപ്പം പുറത്തും മുഖത്തും മരിക്കണ സമയത്ത് മലക്കളെടുത്ത് അടി കിട്ടുന്നത് ആർക്കാ? ഒരു അമലും ഉണ്ടായില്ല ബാക്കി. അവസാനത്തത് എഴുതിക്കോളൂ. അവസാനത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുക. ബിദ്അത്തുകൾ ചെയ്യുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക, ബിദ്അത്ത് ചെയ്യുക. റസൂല് പഠിപ്പിക്കാത്തത് മതത്തിൽ ചെയ്യുക. ശിർക്ക് ചെയ്താൽ അമലൊക്കെ ബാത്തിലാവുമെന്ന് പഠിച്ചില്ലേ? അതേപോലെ ദീനിലില്ലാത്ത ചെയ്താലും അമലൊക്കെ പൊളിഞ്ഞു പോകും. കാരണം അത് റസൂലിനോട് മത്സരം നടത്തലാണ്. റസൂലുള്ളയോട് മാത്സര്യം നടത്തുക, അതാണ് എന്ത് ദീനിലില്ലാത്ത കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ. 47-32 8-13 59-4 4-115 അവസാനിച്ചു. അപ്പം സഹോദരങ്ങളെ, നമ്മൾ ഒരു 5-8 ക്ലാസ്സിലായിട്ടിപ്പം നമ്മൾ അമലുകൾ ബാത്തിലാണ് കാര്യങ്ങളാണ് പഠിച്ചത്. എന്തിനാ നമ്മളൊരു വിഷയം ഇങ്ങനെ പറഞ്ഞാൽ മഴനെക്കുറിച്ച് പറഞ്ഞിങ്ങനെ പോയപ്പോഴാണ് ഇതിലേക്ക് കടന്നത് അല്ലേ? ഓർമ്മല്ലേ? മഴനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് കടന്നത്. എന്തിനാ ഇത്രയും വിശദമായിട്ട് പറയാനുള്ള കാരണം? നമുക്ക് വേണമെങ്കിൽ അടുത്ത ആയത്തെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന. കാരണം നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത് നമ്മളെ ഒരു അമലും പൊടിഞ്ഞു പോകരുത്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത ഏറ്റവും മുന്തിയ കർമ്മമാണെന്ത്? ഈ സമയത്ത് അള്ളാഹിൻ്റെ കലാമ് നോക്കി അത് ഓതി അത് പഠിക്കാനിരുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഏറ്റവും മുന്തിയ അമല്. ഈ അമലണ്ട് പോയി ആച്ചാൽ പിന്നെ എന്താ അതിൻ്റെ അവസ്ഥ? അപ്പം അമലുകൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെട്ടു പോകരുത്. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പം അമലുകൾ നഷ്ടപ്പെടുമെന്ന് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മയിൽ വെക്കുക, നല്ലോണം ചിന്തിക്കുക, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ അന്ന് ഉറപ്പ് വരുത്തുക. അതേ നമുക്ക് മാർഗമുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ ഇസ്മായിൽക്കയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു തല എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. തിന്മകളും തെറ്റുകളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ഏർപ്പാടിലും നമ്മുടെ കച്ചവടത്തിലും എല്ലാം അള്ളാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.